ഇവിടെ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം സംഭവിക്കുന്നത് എന്താണ്? അതിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണത്തിൽ, പോലീസ് അന്വേഷണത്തിൽ കുറ്റക്കാരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഘട്ടമായോ? സുജയ പാർവതി, നിലവിൽ ഈ ജോസ് നെല്ലേടത്തിന്റെ കുടുംബം പറയുന്നത് പരസ്യ പ്രതികരണത്തിനില്ല എന്നാണ്. പരസ്യ പ്രതികരണത്തിലൂടെ ഒരു കുടുംബത്തെ അനാഥമാക്കാനുള്ള താല്പര്യം തങ്ങൾക്കില്ല. പക്ഷേ നിയമപര നടപടിയുമായി മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് പുൽപ്പള്ളി പോലീസിൽ എത്തി പരാതി നൽകുമെന്നാണ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം പറയുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മൊഴിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ കാനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും കൊണ്ടുവച്ച കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആരോപണ വിധേയനായ കോൺഗ്രസിന്റെ പ്രവർത്തകനായ കോൺഗ്രസിന്റെ ചുമതലയുണ്ടായിരുന്ന വാർഡ് മെമ്പർ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നു. ഒപ്പം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായി പോലീസിന് വിവരം നൽകുന്നത് ജോസ് നെല്ലേടമല്ല, പകരം മറ്റൊരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട്. നിലവിൽ ആ കേസ്, അതായത് സ്ഫോടക വസ്തുവും മദ്യവും കൊണ്ടുവച്ച കേസ് അന്വേഷിക്കുന്നത് സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. പക്ഷേ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ ആത്മഹത്യക്ക് പിന്നിൽ ആര് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജോസ് നെല്ലേടം ആത്മഹത്യയിലേക്ക് ജോസ് നെല്ലേടത്തെ എത്തിച്ചതെന്നതിനെ പറ്റിയൊക്കെ പുൽപ്പള്ളി പോലീസ് വിശദമായി ആത്മഹത്യ ചെയ്തു. ഈ കള്ളക്കേസ് തങ്കച്ചനെ കുടുക്കിയ പ്രധാനപ്പെട്ടയാൾ ഒളിവിലാണല്ലോ. പങ്കുള്ള കോൺഗ്രസ് നേതാവിനായി അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിന് ജോസ് നെല്ലേടം പോയി ആത്മഹത്യ ചെയ്യണം? അങ്ങനെ ജോസ് മാത്രമായി കുടുങ്ങുമെന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? അതൊക്കെയാണ് അറിയേണ്ടത്.